ഗുരുവായൂർ ഒരു കല്യാണത്തിന് പങ്കെടുക്കവേ തുലാഭാരവും അതുപോലെ മറ്റു വഴിപാടുകളും ഒക്കെ കഴിപ്പിച്ച മുഖ്യമന്ത്രി വി ഡി സതീശനും സംഘത്തിനുമെതിരെ ബി.ജെ.പി. നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. അദ്ദേഹം തന്റെ ഫേസ്ബുക്കിലാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധ കുറിപ്പ് കുറിച്ചിരിക്കുന്നത്. ഹൈക്കോടതി ഉത്തരവ് എല്ലാവർക്കും ബാധകമല്ലേ? ബഹുമാനപ്പെട്ട ഗുരുവായൂർ ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റർ മുമ്പാകെ ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ബോധിപ്പിക്കുന്ന പരാതി. നമസ്കാരം. ശ്രീ ഗുരുവായൂർ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് പ്രത്യേക സൗകര്യത്തോടെയുള്ള VIP ദർശനം ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെ 6-ന് ശേഷം ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപും കർശനമായി നിരോധിച്ചിട്ടുള്ളതും ക്ഷേത്രത്തിന് ചുറ്റും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപവും വീഡിയോ ഫോട്ടോഗ്രാഫി ബഹുമാനപ്പെട്ട കോടതി മുഖേന നിരോധിച്ചിട്ടുള്ളതുമാണല്ലോ. പ്രസ്തുത നിരോധനം ലംഘിക്കുന്നവർക്കെതിരെ കേസുകൾ എടുത്തിട്ടുള്ളതാണ്. ഇന്ന് അതായത് 24/5/2026 ബഹുമാനപ്പെട്ട മന്ത്രി അനിൽകുമാറിന്റെ മകന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് രാവിലെ 7:30 മുതൽ 9:30 വരെയുള്ള സമയത്ത് VIP ദർശനം നെയ്വിളക്ക് രശീത് ഷീട്ടാക്കാതെ മുഖ്യമന്ത്രി വി ഡി സതീശനും അനുയായികളായവർക്ക് VIP ദർശനം നൽകിയിട്ടുള്ളതും നിരവധി മന്ത്രിമാരും MLA MP-മാരും പ്രത്യേകിച്ച് ഹൈബി ഈഡൻ MP ഉൾപ്പെടെയുള്ള VIP-കൾ ക്ഷേത്രനടയിൽ വീഡിയോ എടുത്തതും മേൽ പ്രവൃത്തി പലരും തടഞ്ഞിട്ടും ഇവർ നിർബാധം ഇത് തുടർന്ന് വീഡിയോ എടുത്തിട്ടുള്ളതും ഈ പ്രവൃത്തി ഹൈക്കോടതി ഉത്തരവിന് എതിരും നിയമവിരുദ്ധവുമാണ്. മുഖ്യമന്ത്രിയും MP-യും അടക്കമുള്ള നിയമം സംരക്ഷിക്കേണ്ടവർ തന്നെയാണ് നിയമം ലംഘിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ എനിക്കും BJP-ക്കും പരാതിയുള്ളതും എന്റെ പക്കൽ തെളിവുള്ളതുമാണ്. ആയതിൽ ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഇതിനാൽ അഭ്യർത്ഥിക്കുന്നു. അല്ലാത്ത പക്ഷം താങ്കൾ നിയമവിജ്ഞാപനം വരുത്തിയതിന് ബഹുമാനപ്പെട്ട കോടതിയിൽ പരാതി ബോധിപ്പിക്കുമെന്നും അതിനാൽ അറിയിച്ചുകൊള്ളുന്നു എന്ന് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ്. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത്. എന്തായാലും ഗുരുവായൂർ അമ്പലനടയിൽ നിയമലംഘനം നടന്നു എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയായാലും നിയമം പാലിക്കാൻ ബാധ്യസ്ഥനല്ലേ എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഹൈബി ഈഡൻ അടക്കമുള്ളവർ വീഡിയോ ഫോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തു എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇതുവരെ മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ എല്ലാവരോടും ഒരേപോലെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ എല്ലാവരും അനുനയിപ്പിച്ചു കൊണ്ടുപോകുന്നതിൽ വളരെ തൽപരനും അതുപോലെ അതിന് മിടുക്കനുമാണ് എന്നാണ് കഴിഞ്ഞ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയത്. ഇതും അതുപോലെ തന്നെ സോൾവ് ആകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.